അല്ല ഫിദെ, ഇന്ന് ഓള് വരൂലേ? ഓളെന്താ എല്ലാ ദിവസം ഇങ്ങനെ ലേറ്റ് ആവുന്നേ? ഈയോളെ ഫ്രണ്ട് അല്ലേ, അനക്ക് ചോദിച്ചൂടെ? ഞാനോ? ഫ്രണ്ടോ? ഓ ശരി ശരി. അയ്യോ, എന്താ ഇവള് ഇന്നും ഐഫോൺ ഇട്ടിരിക്കുന്നേ? നീ അപ്പൊ കള്ളം പറയാൻ തുടങ്ങിയല്ലേ? ഞാന് കള്ളം പറയേ? എന്താ മിസ് അങ്ങനെ പറയണേ? നീ അല്ല, നീയല്ലേ പറഞ്ഞേ നിന്റെ യൂണിഫോമിൽ ആരോ മഷി കൊഴിച്ചിട്ടുണ്ടെന്ന്? അതല്ല, രണ്ടാമത്തെ യൂണിഫോം ഇന്നിട്ടൂടായിരുന്നോ? എവിടെ മിസ്? അതിലും ആരോ ഇങ്ക് ഒഴിച്ചിക്കണേ. കേട്ടി മടുത്തു. നിന്നോട് കുറച്ച ആദ്യ ദിവസം ഞാൻ ദഹ കാണിച്ചു. അതിന് പകരമായിട്ടാണോ നീ ഇത്ര ദ്രോഹിക്കണേ? ഞാനാ ഇത്രയും പിള്ളേരോട് ദേഷ്യപ്പെടുന്ന പോലെ നിന്നോട് ദേഷ്യപ്പെടാറില്ല. കാരണം നിനക്കറിയാലോ, എന്നും വെച്ചത് മുതലെടുക്കരുത്. ഷീബടീച്ചർ അന്നിന്നും പാവാണ്. പക്ഷേ എന്റെ മുന്നിൽ ആരെങ്കിലും കള്ളത്തരം കാട്ടിയാല് അത് ഞാൻ ക്ഷമിക്കില്ല സാറാ. എന്നെങ്ങനെ വഴക്ക് പറയല്ലേ മിസ്? ഞാൻ എന്റെ അമ്മയെ പോലെയാ മിസ്സിനെ കാണുന്നേ. ഓ, അപ്പൊ സാധാരണ അമ്മയോട് കള്ളം പറയാറുണ്ടല്ലേ? സൈലൻസ്. യൂണിഫോം ഇല്ലാതെ ഐഫോൺ ഇട്ടിട്ട് 2 ദിവസമായി നീ വരുന്ന. അതുകൊണ്ട് മര്യാദയ്ക്ക് ക്ലാസ്സിന് പുറത്ത് പോയിക്കോ. ലീഡറാന്ന് വെച്ചിട്ട് അഹങ്കാരം കാണിക്കാൻ പാടില്ല കേട്ടോ. നീ ഒരൊറ്റ കാരണം കൊണ്ടാ എച്ചമ്മനെ ഒരുപാട് നല്ല വഴക്ക് പറഞ്ഞു. നീ വല്ലതും കേട്ടോ? മര്യാദയ്ക്ക് ക്ലാസ്സിന് പുറത്ത് പോയിക്കോ. ഇനി നീ ക്ലാസ്സിന് വേണ്ട. അടുത്തോണ്ടെന്ന് വിചാരിച്ചിട്ട് ഓവറൊക്കെ ഷൈൻ ചെയ്യാൻ നിൽക്കരുത് ഇനി. ശരി മിസ്സേ, ഞാൻ പുറത്ത് പോയിക്കോളാം. അതേപോലെ തന്നെ എന്റെ ലീഡർ സ്ഥാനം എബിക്ക് കൊടുത്തോളൂ. എനിക്ക് ഒരു കുഴപ്പമില്ല. മതി പോവാൻ നോക്ക്. ഇനി ഇതിനെ തുടർന്നിട്ട് വേറെ സംസാരം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ഇവിടെ സോഷ്യൽ സയൻസിലെ എക്സാമും കൂടി ഉണ്ടാവും. എല്ലാവരും പഠിച്ചു വന്നേക്കണം. പഴയ ഷീപ്പ് ടീച്ചറല്ല ഞാൻ. 10ാം ക്ലാസ്സിലാകുമ്പോ കുറച്ച് മാറ്റങ്ങളൊക്കെ എഞ്ചിലുണ്ടാവും. പറഞ്ഞില്ല കേട്ടില്ലെന്നും ഉണ്ടാവരുത്. നെക്സ്റ്റ് വീക്ക് എക്സാം നടത്തിയിരിക്കും. എല്ലാവരും പഠിച്ചു വന്നേക്കണം. ഒരൊറ്റ മാർക്ക് കുറഞ്ഞാൽ പോലും വലിയ നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതേപോലെ തന്നെ അത് 50 പ്രാവശ്യം ഇമ്പോഷൻ എഴുതിയിട്ട് മാത്രമേ ക്ലാസ്സിൽ കയറാനും പറ്റൂ. നിന്റെ വിചാരം എന്താ? എനിക്കെന്റെ വിചാരം. നിന്റെ വിചാരം വേറെ ആരൊക്കെയോ നിന്റെ യൂണിഫോമില് ഇങ്ക് ഒഴിക്കുന്നല്ലേ നിന്റെ വിചാരം? എന്നാൽ അത് തെറ്റി. നിന്റെ യൂണിഫോമില് ഞാനാടി ഇങ്ക് ഒഴിച്ചത്. ഓഹോ, എന്നെ ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു. ആണോ? എന്നാ പറയണ്ടേ. നിനക്ക് എന്തിന്റെ ആവശ്യമാണ്? എനിക്ക് അന്നെ എങ്ങനെങ്കിലും ഈ സ്കൂളിൽ പുറത്താക്കണം. എന്നാൽ അത് ഇച്ചിരി പൊളിക്കും. നമുക്ക് നോക്കാന്നേ. നോക്കിക്കോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ മുഖത്തെന്തായാലും പേടിയില്ലാത്തേ? പിന്നെ നിന്റെ ഈ ചീലി പണിക്ക് ഞാൻ എന്തിനു പേടിക്കണം? ഓഹോ, അങ്ങനെയാണല്ലേ. എന്നാലും നിന്നെ പ്രിൻസിപ്പൾ വിളിക്കണ്ട. അവിടെ നിനക്ക് ഒരു ബിഗ് പാർട്ടി ഉണ്ട്. അങ്ങോട്ട് ചെന്ന് കൊടുക്ക്. ഞാൻ എല്ലാ ദിവസം കേൾക്കുന്നല്ലേ, എനിക്ക് മടുത്ത് കേട്ട് മടുക്കണടി. മടുത്ത് നീ സ്കൂളിൽ പോണം. ആണോ? വല്ല കാര്യം. പൊടി നീ ഒരാഴ്ച നിന്ന് നോക്കിവിടെ. ഇങ്ങനെ ഐഫോൺ ഇട്ടിട്ട് നിന്നെ ഞാൻ സ്കൂളിൽ പറഞ്ഞയക്കണേ നീ 2 കണ്ണോട് കണ്ടോ? എന്റെ പേര് ജാസ്മിൻ ആണെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ നിന്നെ പറഞ്ഞയക്കും. എന്നാലും സാറേ, ഈ ക്ലാസ്സിൽ ഇല്ലാത്തോണ്ട് തീരെ രസമില്ലേനു. എനിക്കും അങ്ങനെ തന്നെ. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു പുറത്ത്. കൊറേ കുട്ടികൾ കണ്ടടി. സാറില്ലേ പോട്ടെ. എന്ത് സാറില്ലാന്ന് അനുഭവിക്കണ ഞാനാ. ഒരാഴ്ചന്റെ ഉള്ളില് യൂണിഫോം ഇടിയില്ലെങ്കിൽ ഞാൻ ആകെ ഭ്രാന്ത് പിടിക്കേ. എന്നാലും രണ്ടാമത്തെ യൂണിഫോമിൽ തുടർച്ചയായിട്ട് ആരായിരിക്കും മഷി വെച്ചിട്ടുണ്ടാവുക? അതെനിക്ക് മനസ്സിലായി. മറ്റവളാ, ആ ജാസ്മിൻ. അതെങ്ങനെ? ഓളെന്റെ വീട്ടിൽ വന്നിട്ട് ഒഴിച്ചതാണോ? അതാ എനിക്കും തോന്നണേ. എന്ത് സാധനല്ലേ? ഓൾക്കിനെ സ്കൂളിൽ പുറത്താക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതെന്നാ പറഞ്ഞത്. എനിക്കൊരു അടിപൊളി ഐഡിയ ഉണ്ട്. എന്തായാലും ഈ എന്റെ ഒപ്പം കൂട്ടിക്കണം. അത് പിന്നെ അനക്കറിയാലോ, എന്ത് ചെയ്താലും അതിന്റെ ഒപ്പം ഞാൻ കൂട്ടിക്കോ. എന്നാലേ ഈ എന്റെ കൂടെ സ്ഥലം വരെ വരണം. ഡൺ. എടി സാറേ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും ശബ്ദം കേട്ട് വന്നാലേ. എന്റെ പൊന്നു ഫിദേ, അങ്ങനൊന്നും സംഭവിക്കാൻ പോണില്ല. ഈ എന്തിനാ അങ്ങനെ പേടിക്കണേ? എടി, ഇവിടെ കുറെ ആൾക്കാരുള്ള വീടാ തോന്നുന്നു. ശരി പതുക്കെ പറ. എന്നാലും ഓളെ റൂം ഏതായിരിക്കോ?
ജാസ്മിന്റെ റൂമേ എനിക്കും അറിയില്ല ഏതാന്ന്. ഓ ഞാൻ വിചാരിച്ചു ആനക്ക് അറിയണ്ടാവുന്ന്. മിക്കവാറും ഓള് മുകളിലായിരിക്കും. കൂടുതലും പെൺകുട്ടികൾ മുകളിലല്ലേ കിടക്ക. ചെലപ്പോ ഓള് എനിക്കും അതാ തോന്നണേ. ഇവിടേക്ക് നമ്മൾ നോക്കിയതല്ലേ, ഇവിടെ ഒന്നുമില്ല. എന്തായാലും റൂമിലുണ്ടാവായിരിക്കും ഓളോ യൂണിഫോമില്ലേ. ഉണ്ടായാ മതി, അല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ തപ്പേണ്ടി വരും. എന്തായാലും അവിടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവളാണെങ്കിൽ വലിയ റിച്ച് ആണല്ലോ. വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടാവും വീട്ടില്. എന്റെ വീട്ടില് വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ഉണങ്ങാൻ വെച്ചു. അവിടെ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാലോ. ഇത് ഓ നീ പേടിക്കണ്ട, നമുക്ക് എടുക്കാം. നീ പെട്ടെന്ന് വാ. അല്ലോ സാറേ, എന്നെ വിളിക്കണ്ട, ഞാൻ കണ്ടുകണോ. എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റക്കായി നിന്നോ, അതാ നല്ലത്. സ്റ്റക്കായി നിൽക്കാൻ പറ്റും തോന്നില്ല. എന്റെ ശ്വാസം പടപടാ വരിക. എടി കുറച്ചേരം ശ്വാസം പിടിച്ചു നിക്ക്. അതല്ല, ഈ നല്ല ശ്വാസം വിടുന്നുണ്ടല്ലോ. ഞാൻ വിടുന്ന പോലെയാണോ നീ വിടുന്നത്? നമുക്ക് കുറച്ചേരം വായിലൂടെ വിടണ്ട, കുറച്ചേരം മൂക്ക് കൂടെ ശ്വാസം വിട്ടോ, അതാ നല്ലത്. ആ ഗുഡ് ഐഡിയ. എന്നാലും എന്റെ കണ്ണട എവിടെ വെച്ചെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടണില്ലല്ലോ. നമ്മള് വെറുതെ പേടിച്ചടി. എന്റെ പൊന്നെ, ഇങ്ങനെ ചിരിക്കാതെ. അയാൾക്ക് കണ്ണേ കാണത്തുള്ളൂ, ചെവി നല്ല കേൾക്കോ. അയ്യോ അയ്യോ, എന്റെ കണ്ണട എവിടെ പോയി? അയാളും പോയി. അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് കോണി കയറ്. ഫിദേ, ഒന്ന് മിണ്ടാതിരി, അവള് കേൾക്കൂ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, അങ്ങ് തെരഞ്ഞൂടാ. ഇവിടെ എവിടെങ്കിലും കാണൂ. ശരി ശരി, ഈ കാണാണെങ്കിൽ എന്നോട് പറയണേ. ഓ അതിനകത്ത് ചിരിക്കപ്പ എന്താ ഈ പറഞ്ഞേ? അതെന്താ അറിയോ, ഇവിടെ ഭയങ്കര തണുപ്പ്. ഓ ഇവിടെ റൂമിൽ AC ഉണ്ട്, അപ്പൊ തണുപ്പുണ്ടാവോ? ഇവിടെ AC ഒക്കെ ഉണ്ടല്ലേ. എന്നാലേ നമുക്ക് കുറച്ചേരം നിന്നാലോ. എടി രാത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രാത്രിക്ക് നല്ല ചൂടാടി. നമുക്ക് കുറച്ചേരം ഇരിക്കാടി. എങ്ങനെയുണ്ട്? എന്നാ ശരി, നീ ഇവിടെ തന്നെ ഇരുന്നോ, നേരം വെളുക്കോളം ഇരുന്നോ. പിന്നെ അത് കഴിഞ്ഞാൽ നിനക്ക് ഫുൾ AC-യിലായിരിക്കും. അതെന്താടി? മിക്കവാറും രാവിലെ എണീക്കുമ്പോ IC-യിലായിരിക്കും. അവിടെ ആകുമ്പോ നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും തണുത്ത് 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 അവിടെ ഇരിക്കാം. അതിനല്ല ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, തിരയാൻ നോക്ക്. എന്ത് രസത്തിന് പുറത്തേക്ക് കാണാനായിട്ട്. ഇന്നിപ്പോ ഇവിടുന്ന് പോണോന്നാ ഞാൻ ആലോചിക്കണേ. എന്ത് രസമുള്ള ഫ്ലവർ വേസ് ഇത്. ഇതിന്റെ അടുത്ത് കൊണ്ടുപോകണം. എന്റെ അടുത്തൊന്നും ഇല്ലല്ലോ. എന്തായാലും വന്നതല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കന്നെ. ഇവള് എന്ത് കാണിച്ചുകൊണ്ടിരിക്കുക അവിടെ? ജാസ്മിനെ എടി നോക്കടി. ജാസു മുല്ലപ്പൂ ചേച്ചി നോക്കടി. ഏയ് മുല്ലപ്പൂ ചേച്ചി. എന്റെ പൊന്നു ഫിദേ, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ, അവൾക്ക് പെട്ടെന്ന് കേൾക്കും. അവൾക്ക് പാമ്പിന്റെ ചെവി, നല്ലോണം കേൾവി ശക്തി ഉണ്ട്. അത് ഈ പറഞ്ഞ കറക്റ്റാ. ഉറങ്ങിക്കിടക്കുമ്പോ എന്ത് പാവാലേ. അതൊന്നും നീ നോക്കണ്ട, മര്യാദക്ക് യൂണിഫോം തരാൻ നോക്ക്. അല്ല സാറമ്മോളെ, അന്റെ പിറകിലൊക്കെ യൂണിഫോമേ. ഓഹോ പോളി പോളി. എന്തായാലും പെട്ടെന്ന് കിട്ടി നമുക്ക്. എന്നാലേ പെട്ടെന്ന് വാ ഫിദേ, നമുക്ക് എടുത്തോണ്ട് പോവാ. ഇപ്പൊ തന്നെ പോണോ? നമ്മൾ കുറച്ചു പോയാ പോരടി. എന്ത് രസാ ഈ റൂം കാണാനേ. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ എണീക്കുമ്പോ IC-യിലുണ്ടാവുന്നേ, അതെനിക്ക് കാണാം. അയ്യോ വേണ്ട, ഞാൻ വരുന്നേ. അങ്ങനെ യൂണിഫോം കിട്ടി, ഒരുപാട് സന്തോഷമുണ്ട്. എന്നാ പെട്ടെന്ന് പോവാ ഫിദേ. അതെ അതെ, നിക്കവിടെ. ഞാൻ എന്നോട് പറഞ്ഞല്ലേ ഓവർ ശബ്ദം ഉണ്ടാക്കരുതെന്ന്. അന്നെ കൊണ്ട് അതൊക്കെ ഉണ്ടായത്. എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാ, സ്റ്റക്കായി നിന്നോ. ഓള് വല്ല പ്രതിമ നിക്കാന്ന് വിചാരിച്ചോളൂ. അതിന് ഓളോട് അതിന് പ്രതിമ ഉണ്ടോ? ആ എനിക്കറിയോ. അല്ല സാറേ, അനക്ക് ഡും 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 ഒച്ച കേക്കുണ്ടോ? ആ കേക്കുണ്ട് കേക്കുണ്ട്. ആ ഈ പേടിക്കണ്ട കേട്ടോ, അതിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ. അനക്ക് കേക്കുന്ന ചെലപ്പോ എന്റെ ഹൃദയത്തിന്റെ മിടിപ്പായിരിക്കോ. അന്റെ തുടിച്ചിണ്ടല്ലേ. പേടിയാവണ്ടടി. ഒരു കാര്യം ചെയ്യേ, ഈ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അയ്യടി മരമേ തീപ്പെട്ടി കൊള്ളി. അനക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അത് പെട്ടെന്ന് ഓടാനല്ലേ. ആ പൂരങ്ങ് മനസ്സിൽ വെച്ചാ മതി. എടി പേടിയാവണ്ടടി. അനക്ക് മാത്രല്ല എനിക്കുണ്ട് പേടി. ഒരു കാര്യം ചെയ്യ്, നമുക്ക് പെട്ടെന്ന് ഓടിയാലോ. ആ കറക്റ്റ്.
കറക്റ്റ് നിക്കവിടെ. ഓള് കേട്ടെന്നാ തോന്നണേ. അതെ അതെ അതെ, ഓള് കേട്ട്. നമ്മക്ക് ഓളോട് പറയാ ബർത്ത്ഡേ സർപ്രൈസ് ആയിക്കണം വന്നതാന്ന്. അയിന് ഓള് ബർത്ത്ഡേ നാളെയാണോ? അല്ല, എന്നെങ്കിലും ഒരിക്കലും ബർത്ത്ഡേ ഉണ്ടാവുമല്ലോ, അതിന്റെ അഡ്വാൻസ് ആയിട്ട് വന്നതാ പറഞ്ഞാ പോരെ. ഓലക്ക മുണ്ടാതിരിക്കവിടെ. വെക്കട വെടി. അല്ലവളെ, ഓളിനെ വെടി വെക്കാൻ പറഞ്ഞേ നമ്മൾ ഇത്ര വലിയ തെറ്റ് ചെയ്തോ? അനക്ക് ഓളെ സ്വഭാവം അറിയില്ലേ? തീർച്ചയായിട്ടും. അല്ലവളെ, ഇവിടെ എവിടെങ്കിലും യുദ്ധം വല്ല നടക്കണ്ടോ വെടിക്ക് വെക്കാനായിട്ട്? എനിക്ക് തോന്നണ നമ്മളറിയാതെ ഇവിടെ വല്ല യുദ്ധം ഉണ്ടാവുമായിരിക്കോ. അയ്യോ, എനിക്ക് ആകെ പേടിയാവണേ. എനിക്ക് പേടിയിലുള്ളത് എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടുണ്ട്. അല്ലോ, മൂത്രയ്ക്കൊന്നും ചെയ്യലട്ടോ, ആകെ നാട്ടിക്കേസാവൂ. ഇങ്ങോട്ട് കള്ളന്മാരെ വാരി വന്നതും പോരാ, അവിടെ വെച്ച് മൂത്രച്ചേർന്നാലേ ഓവർ ആവൂടി. വേണ്ട കേട്ടോ, നീ കുറച്ചേരം നിക്കാൻ നോക്കാതെ വെച്ച്. നിങ്ങളെന്താ വിചാരിച്ചേ? എന്റെ കൺമുന്നിൽ വന്നിട്ട് നിങ്ങക്ക് പോകാൻ പറ്റും നിങ്ങൾ വിചാരിച്ചോ? ഞാൻ ജാസ്മിന. അവിടെ നിക്ക, ഇതാ ഞാൻ വരുന്നു.